ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് കുറച്ച് ചീനി എടുത്തുകൊണ്ടാണ്. അപ്പോൾ ആ ചീനി നമുക്ക് വേവിക്കാം. അതിലൂടെ നമുക്ക് കുറച്ച് ചിക്കൻ കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ചിക്കൻ എന്ന് വെച്ചാൽ നാടൻ കോഴിയുടെ ചിക്കനാണ്, നമ്മളുടെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ആ നാടൻ കോഴിയുടെ ചിക്കൻ നമ്മൾ കുറച്ച് വേഗമുള്ളതാണ്. അത് നമ്മൾ മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചി കൂടെ ചതച്ചത് കുരുമുളക് കൂടി ചേർത്ത് നമ്മൾ നന്നായി ഇളക്കി വേവിക്കാനായിട്ട് വെക്കണം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് വേവിക്കണേ. അപ്പോൾ അതിൻ്റെ മസാലകൾ നല്ലോണം പിടിക്കും. അത് വേവുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് വഴറ്റിയിട്ടൊക്കെ ഇട്ടങ്ങ് വെക്കാമായിരുന്നു. അതിനുശേഷം ഇത് പാൻ വെച്ചിട്ട് കുറച്ച് തേങ്ങക്കൂട്ട് വഴറ്റാനിടുക. അത് ബ്രൗൺ ആവുന്ന വരെ വഴറ്റണം. എന്നിട്ട് നമ്മൾ പിന്നെ സവാള, ഞാൻ കുറച്ച് കൊച്ചുള്ളിയും എടുത്തിട്ടുണ്ട്. സവാളയും കൊച്ചുള്ളിയും കൂടാണ് എടുത്ത് വെക്കുന്നത്. അത് രണ്ടും കൂടി നമ്മൾ വഴറ്റാനിടുക. കുറച്ച് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടുണ്ട്. ഇട്ട് നല്ലോണം വഴറ്റിയതിന് ശേഷം നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും, അപ്പോൾ നമ്മുടെ കോഴിയുടെ അനുസരിച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ നല്ലോണം വഴറ്റുക. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിടുക, കറിവേപ്പില ഇടുക. പിന്നെ കുരുമുളകും കൂടി ഇട്ട് നന്നായി ഇളക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ അകത്ത് ഈ ചിക്കൻ്റെ അകത്തോട്ട് നമ്മൾ വഴറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തോട്ട് വേവിച്ച ചിക്കൻ കോഴിയിട്ട് നല്ലതായിട്ട് ഇളക്കി വെച്ച ശേഷം കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് നമ്മൾ ഇളക്കി വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ച് നല്ലോണം വേവിച്ച് കഴിയുമ്പോഴത്തേന് നല്ല ഗ്രേവി നല്ലതായിട്ട് വരും കേട്ടോ. നല്ല സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കഴിക്കാൻ കേട്ടോ. ഞാൻ പക്ഷേ നാടൻ ചിക്കൻ ആദ്യമായിട്ട് വെക്കുവാണ്. നമ്മൾ ചിക്കനൊക്കെ വെച്ചാൽ നാടൻ ചിക്കൻ ആദ്യമായിട്ട് വെക്കുവാണ്. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു. നാടൻ ചിക്കൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം അത് എല്ലാവർക്കും അറിയാവുന്നത് തന്നെ. അപ്പോൾ നാടൻ ചിക്കൻ നമ്മൾ ചിക്കൻ കറിയും കൂടെ കൂട്ടി നന്നായി ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വെച്ചിട്ടുണ്ടല്ല, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ സാധാരണ കുളമാവും. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, നല്ലതായിരുന്നു. ഓക്കെ, താങ്ക് യു.